ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാരീസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കുക്കറിലോട്ടേക്ക് കുറച്ച് കടല കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കടല കറി വെക്കാനായിട്ട് തക്കാളി, ഉള്ളി, പച്ചമുളക്, മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യാനുസരണം വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര ചെറിയ കുക്കറായാലും വലിയ കുക്കറായാലൊക്കെ നമ്മൾ ചില സമയത്ത് കടല, പരിപ്പ്, പയറൊക്കെ വേവിക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ ചീറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. വിസിൽ വരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ ചീറ്റിപ്പോവും. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ വേവിക്കുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക്. എന്നിട്ട് നമ്മൾ വേവിച്ച് നോക്കൂ, ഒരിക്കലും ആ ഒരു വെള്ളം മസാല ഒന്നും ചീറ്റിപ്പോവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലും 1, 2, 3 ചാർജറുകൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചാർജറിൻ്റെ ഈ ഒരു ഭാഗത്താണ് പൊട്ടിപ്പോവുക. കേബിളിൻ്റെ ഈ ഒരു ഭാഗത്താണല്ലോ പൊട്ടിപ്പോവുക അല്ലേ. നമ്മളിങ്ങനെ വയറ് മടക്കി വെക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കേബിളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു കേബിളിൻ്റെ ഈ ഒരു ഭാഗമാണല്ലോ വേഗം തന്നെ പൊട്ടിപ്പോവുക. അപ്പോൾ നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ പൊട്ടിപ്പോകുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും. ഒരിക്കലും വിണ്ട് കീറിപ്പോവേ പൊട്ടിപ്പോവേ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കാരണം ഒരിക്കലും ആ ഒരു കേബിളിൻ്റെ ഭാഗം പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ വീട്ടിൽ നല്ല പ്രായമുള്ളവരൊക്കെ ഉണ്ടാകുമ്പം ഈ ഒരു പിന്ന് ഇങ്ങനെ കുത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പിന്നിൻ്റെ ആരോ മാർക്കിൻ്റെ ഭാഗം കണ്ടുപിടിക്കാനൊക്കെ അവർക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ആരോ മാർക്കിൻ്റെ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ ഒന്നുകിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ടാപ്പോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറോ അല്ല പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് അടയാളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ അടയാളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ പിന്നെ കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഫോണിലോട്ടേക്ക് കേട്ടോ. അപ്പോൾ മാറിപ്പോവില്ല, തലഭാഗം മാറിപ്പോവില്ല, പെട്ടെന്ന് തന്നെ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു രീതി കൂടെ നിങ്ങൾ ചെയ്ത് നോക്കാം. മാർക്കറോ അതേപോലെ ചെറിയ പൊട്ടോ ടാപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെല്ലാവരും ഇതേപോലെ ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് സൺസ്ക്രീനും അതേപോലെ എന്തെങ്കിലും ഓയിൽമെൻറ്റും അതേപോലെ പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാക്കി ഉണ്ടാവില്ല ഈ ഒരു ട്യൂബിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ട്യൂബ് ഒഴിവാക്കേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ട്യൂബിൽ നിന്നും പേസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്രീം പുറത്തോട്ടേക്ക് വേഗത്തിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അറ്റഭാഗം മുതൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ മുടിക്ക് കുത്തുന്ന ഇതേപോലെ സ്ലൈഡോ പിന്നോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ട്യൂബിലുള്ള ക്രീം വേഗത്തിൽ നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തപ്പോൾ കണ്ടില്ലേ ക്രീമെല്ലാം പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം. പേസ്റ്റ് ആയാലും ഓയിൽമെൻ്റ് ആയാലും ക്രീം ആയാലൊക്കെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ. എന്നാൽ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ട്യൂബിൽ നിന്നും പുറത്തോട്ടേക്ക് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ചില സമയത്ത് ലൈറ്റർ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് കത്തി കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചില സമയത്ത് ലൈറ്ററിന് ചിലപ്പോൾ അങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ വെള്ളമൊക്കെ വീണിട്ടോ അല്ലെങ്കിൽ തണുപ്പടിച്ചിട്ടോ ഒക്കെ കത്തി കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ ഗ്യാസ് കത്തിച്ച് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഓഫാക്കിയിട്ടല്ലോ. ആ ഒരു സമയത്ത് നല്ല ചൂടായിരിക്കുമല്ലോ ബർണർ. അപ്പോൾ ഈ ഒരു ചൂടിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാസ് ലൈറ്റർ വേഗത്തിൽ തന്നെ
ചൂടായി കിട്ടാനായിട്ട് പറ്റും. തണുപ്പടിച്ചു കഴിഞ്ഞാൽ കത്താനൊക്കെ പ്രയാസമായിരിക്കും. അതേപോലെ വെള്ളം വീണാലും കത്താൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിൽ ഇതേപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ അത് കത്തി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ലെമണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പം നല്ല ചൂട് സമയമാണല്ലോ, അപ്പോൾ നമ്മൾ ലെമണൊക്കെ ഇതേപോലെ വാങ്ങിച്ച് വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ വേഗത്തിൽ തന്നെ ഒരു ലെമൺ ജ്യൂസോ അതേപോലെ ലൈമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെമൺ എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലാണല്ലോ നമ്മൾ മെയിനായിട്ട് ലെമണൊക്കെ വെക്കുക, വാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ലെമൺ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, നല്ല ഹാർഡായിരിക്കും ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ലെമൺ പിഴിയുന്നതിൻ്റെ ഒരു 2-3 മിനിറ്റ് മുന്നേ ഇതേപോലെ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലിങ്ങനെ ലെമൺ ഇട്ട് വെക്കട്ടോ. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഇട്ട് വെച്ചെടുത്താൽ മതി. എന്നാൽ നമുക്ക് പിഴിയുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും. ഇപ്പോൾ അതാ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയത്തിന് ശേഷം അതാ കണ്ടില്ലേ, ഈ ഒരു പച്ച ലെമൺ ഇതാ നന്നായിട്ട് തന്നെ ഞെങ്ങി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു ചൂടുവെള്ളത്തിൽ കിടന്ന ഈ ഒരു ലെമൺ വേഗത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി അതേപോലെ തന്നെ നമ്മൾ കുറേയേറെയൊക്കെ ലെമൺ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ വേഗത്തിൽ തന്നെ അത് വാടിപ്പോവും. ഇപ്പോൾ നല്ല ചൂടുകാലാണല്ലോ അല്ലേ, വേഗത്തിൽ തന്നെ വാടിപ്പോവും. അപ്പോൾ നമുക്ക് ലെമൺ എപ്പോഴും ഫ്രഷായിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് ഈ ഒരു ലെമണൊക്കെ ഈ കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ടിട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ലെമണിൻ്റെ മുകളിൽ വരണം കേട്ടോ വെള്ളം. നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അത് മാത്രമല്ല കുറേ കാലം നമുക്കിത് കേടാവാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ലെമൺ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെമൺ ജ്യൂസൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ചൂടുവെള്ളത്തിലൊന്നും ഇടണ്ട, ഇതേപോലെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലിടുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ജ്യൂസ് കിട്ടും, ഹാർഡായി പോകുന്നില്ല കേട്ടോ. തണുപ്പ് കൊണ്ടിട്ട് ആ ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ലെമൺ കിട്ടാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു പീസ് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഞ്ചിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കത്തി ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കത്തിൻ്റെ ആവശ്യമില്ല, ഒരു സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സ്കിന്ന് മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടിപ്പാണ്. കത്തിയിൽ ഇങ്ങനെ ചുരണ്ടുന്ന സമയത്ത് വേഗത്തിൽ തന്നെ കൈ തട്ടിപ്പോവും, കൈക്ക് കത്തി കൊണ്ടുപോകുന്നുള്ള പേടിക്കേണ്ട. ഏത് ചെറിയ കുട്ടികൾക്ക് വരെ നമുക്കിത് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റിയിട്ടുള്ള ജോലിയാണ് കേട്ടത്. ഇതേപോലെ ഒന്ന് ചുരണ്ടിയെടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ മാത്രമല്ല നമുക്ക് കൈക്ക് കത്തി കൊണ്ടിട്ട് ബ്ലഡ് വരും, അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൈ ഡാമേജ് ആവില്ല, വേഗത്തിൽ നമുക്കിത് സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യും. എത്ര ഇതേപോലെ ചെകയുള്ള ഇഞ്ചി ആണെങ്കിലും ആ ഒരു ചെകേൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്കിന്നൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ദോശമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കും അപ്പത്തിനൊക്കെ മാവ് അടിക്കുന്ന സമയത്ത് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മാവ് വെച്ചിട്ട് അടിപൊളി ക്ലീനിങ് ടിപ്പാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് മാവ് ഇവിടെ എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ മറന്നു പോയ മാവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ മാവ് പുളി കൂടിയ മാവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ മാവ് ഒഴിവാക്കി കളയണ്ട. ഈ ഒരു മാവിലോട്ടൊക്കെ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ അതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു പത കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ, ഒരു പതക്ക് വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കിച്ചൺ സിങ്കാട്ടോ ഞാൻ ക്ലീൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് അഴുക്കും മെഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള കിച്ചൺ സിങ്കാണിത് ഉപയോഗിക്കാത്ത.
അപ്പോൾ ഈ ഒരു സിങ്കാണ് കേട്ടോ ഞാനിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും അരിമാവ് വെച്ചിട്ട് എങ്ങനെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സിങ്കിലോട്ടേക്ക് ഇത് ഞാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുക കേട്ടോ. നമുക്ക് സോപ്പും പൊടി ലിക്വിഡൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ വേഗത്തിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റീലിൻ്റെ സിങ്കൊക്കെ ആകുമ്പം വേഗത്തിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇത് വെച്ചിട്ട് ഉരച്ചെടുക്കുന്ന സമയത്ത്. അതുമാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രം ആയാലും അതേപോലെ ഇതേപോലത്തെ കുപ്പിപ്പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഉപയോഗിക്കാത്ത ചില്ല് പാത്രങ്ങളൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവും. ഉപയോഗിക്കാത്തത് കൊണ്ടിട്ട് എന്തായാലും പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടി പിടിച്ചിട്ടുള്ള ഈ ഒരു ചില്ല് ഗ്ലാസ്സുകളും ചില്ല് പാത്രങ്ങളൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഈ ഒരു മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ഒരു ഗ്ലാസ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴുകിയപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ പൊടി പിടിച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ചായക്കറയുള്ള ഗ്ലാസ് ആയാലും അതേപോലെ നമ്മൾ ഉപയോഗിക്കാത്ത പൊടി പിടിച്ചിട്ടുള്ള മെഴുക്ക് പിടിച്ചിട്ടുള്ള പാത്രങ്ങളായാലും എല്ലാം നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു അരിമാവ് ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. നമുക്ക് ഇതിലോട്ടേക്ക് സോപ്പും പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഒരു പത കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിലോട്ടേക്ക് വളരെ കുറച്ച് മാത്രം ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സിങ്കും നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സിങ്ക് ഉപയോഗിക്കാത്തത് കൊണ്ടിട്ട് പൊടിയും മെഴുക്കൊക്കെ പിടിച്ചിട്ട് കിടക്കുന്ന ഈ ഒരു സിങ്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സിങ്കും നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. സിങ്കിലെ കറ വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തേച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ബാക്കി വന്നിട്ടുള്ള ദോശമാവും അതേപോലെ ഇഡ്ഡലി മാവും ഒന്നും ഒഴിവാക്കി കളയണ്ട കേട്ടോ. പുളിച്ച് നമ്മൾ ഏതെങ്കിലും ഫ്രിഡ്ജിൻ്റെ മൂലൊക്കെ വെച്ചിട്ട് കേട് വന്നിട്ടുള്ള മാവൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു മാവ് നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.